വയനാട്ടിലെ വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ വനം വകുപ്പിന്റെ ഉന്നതതല യോഗം സുൽത്താൻ ബത്തേരിയിൽ ചേരുന്നു. അമരക്കുനി പെരിന്തട്ട മേഖലയിലെ കടുവാ പ്രശ്നങ്ങൾ ചർച്ചയാകും. DFOമാർ, വെറ്റിനറി ടീം എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, അടിയന്തരമായി ഈ യോഗം ചേരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശങ്കയിലാണ്. ഈ ആശങ്ക ഒഴിയുന്നുമില്ല. അപ്പോൾ ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ യോഗം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും, ഡോക്ടർ രാജേഷ് മോഹൻദാസും ഉൾപ്പെട്ട സംഘം ഇവിടെ നിന്ന് നേരെ ഈ പുൽപ്പള്ളിയിൽ ഈ സംഭവം ഉണ്ടായ അമരക്കുനി പ്രദേശത്തേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഒരു നിർണായകമായ പ്രതികരണം നടത്തി. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് തന്നെയാണ് വനം വകുപ്പ് കടക്കുന്നത്. കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണ് അമരക്കുനിയിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായിട്ടുള്ളതുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്കാവും വനം വകുപ്പ് കടക്കുക. ഇന്ന് കടുവയുടെ സൈറ്റിംഗ് നടന്നിട്ടില്ല, കടുവയെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ആ പ്രദേശം, അതിർത്ത് ഭൂമിശാസ്ത്രം ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇന്ന് ഡോക്ടർമാരുടെ സംഘം, വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം, ഡോക്ടർ അരുൺ സക്കറിയും ഒപ്പം തന്നെ അജേഷ് മോഹൻദാസും ഉൾപ്പെടെയുള്ള സംഘം ഈ പുൽപ്പള്ളിയിലേക്ക് ഇവിടെ നിന്നും തിരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇവിടുത്തെ ഗജ എന്ന് പറയുന്ന വനംവകുപ്പിൻ്റെ ഒരു ഓഫീസാണ്. അവിടെയാണ് ഈ യോഗം ചേർന്നിരിക്കുന്നതിൽ DFOമാർ, അതോടൊപ്പം തന്നെ വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. CCF ആയിട്ടുള്ള, കണ്ണൂർ റേഞ്ച് CCF ആയിട്ടുള്ള ഡോക്ടർ ദീപയും ഈ യോഗത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പെരിന്തട്ടയിലും സമാനമായ രീതിയിലുള്ള കടുവാ ഭീഷണിയുണ്ട്. ആ കടുവാ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്തും നിരീക്ഷണം തുടരുകയാണ് എന്നുള്ളതാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചിട്ടുള്ളത്. ആ നടപടിയിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. കാരണം കടുവയെ പിടികൂടുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് വെറ്റിനറി ഡോക്ടർമാരുടെ സംഘത്തെ അവിടെ നിയോഗിച്ചുകൊണ്ട് കടുവയെ മയക്കുവെടിച്ച് പിടികൂടി മതിയായ ചികിത്സ നൽകുക എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത്. കടുവ ആരോഗ്യവാനല്ല എന്നുള്ള തരത്തിലാണ് വനംവകുപ്പിൻ്റെ തന്നെ വിലയിരുത്തലുള്ളത്. വനംവകുപ്പിൻ്റെ ക്യാമറയിൽ ചിത്രം പതിഞ്ഞിരുന്നു. ആ ചിത്രത്തിൽ കേരളത്തിൻ്റെ ഡാറ്റാബേസിലുള്ളതല്ല, മാത്രമല്ല പരിക്കുണ്ട്. ആ പരിക്ക് പരിഹരിക്കുന്ന വിധത്തിൽ ആ തരത്തിലേക്കുള്ള നീക്കമാണ് ഉണ്ടാവുക എന്നുള്ളതും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അല്പസമയം മുമ്പ് സംസാരിച്ചു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ജീവികളെ, വന്യജീവികളെ തീർച്ചയായിട്ടും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വിടണമെന്നുള്ളതാണ് ഒരു കോമൺ സെൻസാണ്. നമ്മളെല്ലാവരും അത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജനങ്ങളുടെ സഹകരണവും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വലിയ ഇഞ്ചുറി ഒന്നും ഇല്ലാതെ പിടിച്ചു മാറ്റി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടാനുള്ള ഒരു ശ്രമമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്.